നമ്മുടെ കൈ അങ്ങോട്ട് വെച്ചിട്ട് ഹായ് നമസ്കാരം. നമ്മളിന്നൊരു അടിപൊളി പഴങ്കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഈ പഴങ്കഞ്ഞി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ഇത് കഴിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ ഈ പഴങ്കഞ്ഞിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഏതൊക്കെ ഭക്ഷണം കഴിച്ചാലും ഏതൊക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലും ഈ ഒരു പഴങ്കഞ്ഞി കഴിക്കുന്ന ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കിട്ടൂല കേട്ടോ. അപ്പൊ അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം. വീട്ടിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പഴങ്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് കഴിക്കേണ്ടതും ഇപ്പൊ കാണിച്ചു തരാം. നല്ല മഴയാണ് പുറത്ത്. ഈ മഴയത്ത് തന്നെ ഈ പഴങ്കഞ്ഞി ഇങ്ങോട്ട് കഴിക്കണം. അടിപൊളിയല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ ഏറ്റവും ആദ്യം വേണ്ട ഒരു സാധനം എന്താണെന്നറിയാം. ഇതുപോലത്തെ ഒരു ചട്ടി. ഇതെന്തിനാണെന്ന് അറിയാം. ഇതിനകത്താണ് നമ്മളിത് കഴിക്കേണ്ടത്. അല്ലാതെ വേറെ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒന്നും കഴിച്ച് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇത് ആദ്യം പറഞ്ഞതുകൊണ്ട്. അപ്പൊ നമ്മൾ എടുത്തു വെച്ചേക്കണത് ഇന്നലത്തെ പഴഞ്ചോറുണ്ട്, അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചട്ടിയുണ്ട്. പിന്നെ ഇതിനകത്ത് ചേർക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞത് ഈ കാണുന്ന ഐറ്റംസ് ആണ്. അതായത് ഒരു കഷ്ണം ഇഞ്ചി വളരെ നല്ലതാണ് ശരീരത്തിന്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്. ഞാനിത് പച്ചമുളക് എടുത്തേക്കണം, പക്ഷെ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് അടിപൊളി കിട്ടുക. കാരണം അത് നമ്മുടെ ഈ പരിസരത്തില്ല, അതുകൊണ്ടാണ് ഈ മുളക് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 8-9 പീസ് ചുവന്ന ഉള്ളി, സവാള ചേർക്കരുത്. പിന്നെ കുറച്ച് കറിവേപ്പില, ഉപ്പ്. ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് പഴങ്കഞ്ഞിയുടെ ഒരു കൂട്ട് റെഡിയായി. പിന്നെ ഇതിനകത്ത് ഒഴിക്കാൻ നല്ല കട്ടി തൈരും വേണം. അത് നമുക്ക് ലാസ്റ്റ് വേണ്ട സംഭവമാണ്. അപ്പോൾ ഈ ഐറ്റംസ് കൂടി ഒന്ന് ഇതുപോലുള്ള ഒരു കല്ലിലിട്ട് ഇടിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കല്ല് കണ്ട, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിന് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഈ കല്ലെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഈ ഐറ്റംസുകളൊക്കെ അങ്ങനെ ഇട്ടിട്ട് ഇടിച്ചെടുക്കണം കേട്ടോ. ഇവിടെ ഇടിക്കുമ്പോൾ പുറത്ത് നല്ല അടിപൊളി ഇടിയും വെട്ടുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യല്ല. ഇഞ്ചി, മുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പിട്ട. ഉപ്പൊക്കെ ഒരുപാട് വാരി ഇട്ടിട്ട് ഇത് അലമ്പായി എന്ന് പറയരുത്. ഓക്കെ, അങ്ങനെ ഇതിന്റെ കൂട്ടിന് വേണ്ടിയുള്ള ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചട്ടിയിലേക്ക് നമ്മൾ അടിപൊളിയായിട്ട് ഇന്നലെ എടുത്തു വെച്ച ചോറ്, അതായത് പഴഞ്ചോറ് ഇടാൻ പോയിരുന്നു. ഇതാണ് പഴഞ്ചോറ്. അതെ, ഒരു 4 കപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കുന്നോടത്തോളം എടുത്താൽ മതി. ഈ സംഭവം നമ്മൾ നേരെ ഇതിലേക്ക് ഒഴിക്കേണ്ട. ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി കൂട്ടിട്ടാ അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടാം. ഇനി നമ്മുടെ മെയിൻ സാധനം എന്തേ, നല്ല കട്ട തൈര്. ഈ തൈര് ഇതിൻ്റെ മുകളിൽ ഇങ്ങോട്ട് ഒഴിക്കും. ഒരു കിഡിലൻ ചമ്മന്തി കണ്ടത് സൈഡിലും ഇടാം. നമ്മുടെ ഉണക്കച്ചമ്മീൻ വറുത്തത് അത് കുറച്ചിങ്ങനെ ഒരു സൈഡിലിടാം. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല കിടിലം മഴയും അടിപൊളി പഴങ്കഞ്ഞി. ഈ സംഭവം ഞാൻ കഴിക്കാൻ പോകണ്ട. ഒരു കാര്യം പറയാം, നമ്മൾ വലിയ സെറ്റപ്പിന് വേണ്ടിയിട്ട് സ്പൂൺ കൊണ്ടൊക്കെ കോരി കഴിക്കാന്ന് പറഞ്ഞാൽ അതിനൊന്നും ഇത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ കൈ അങ്ങോട്ട് വെച്ചിട്ട് ഇതുപോലൊരു മുളക് അങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ ഞെരടി ഇതിനകത്തിട്ട് ഇതുണ്ടത് ഇതിങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ വേറെ ടേസ്റ്റ്. അതായത് ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ട് ഇതുണ്ടതേ ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ട് മുളകൊക്കെ ഇതുപോലെ അങ്ങോട്ട് ഞെരണ്ടി ഇതെല്ലാം കൂടി അങ്ങോട്ട് സെറ്റാക്കിയിട്ട് ഇതാണ് മോനെ പഴങ്കഞ്ഞി. കാണണ്ടാ ആള് പഴങ്കഞ്ഞി. ഇത് ടീസ്പൂൺ കൊണ്ടൊക്കെ വാരത്തുന്ന കഴിഞ്ഞാൽ വല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ അങ്ങോട്ട് എടുക്കുക കഴുകുക. പൊന്നു മോനെ, ഒരു രക്ഷയിലോട്ടോ. വേറൊരു ഫുഡ് കഴിച്ചാലും കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ ഈ ടേസ്റ്റ്. അത് തന്നെ സംഭവം. പൊന്നു മക്കളെ, പഴങ്കഞ്ഞി കഴിക്കണമെങ്കിൽ ഇതുപോലെ കഴിക്കണം. അല്ലാണ്ട് ഒരുപാട് സ്റ്റാൻഡേർഡ് കാണിച്ച് കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഈ ഒരു ടേസ്റ്റിൽ സാധനം കിട്ടുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ പിള്ളേരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ തനിമ അങ്ങോട്ട് കാണട്ടെ. ഓക്കെ, ബൈ.